ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ കൂട്ടുകാരെങ്കിലും ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണെണ്ണ ഇല്ലാതെ എങ്ങനെയാണ് വിളക്ക് കത്തിക്കുക എന്ന് പറയാൻ കേട്ടോ. മുന്നത്തെ കാലത്തൊക്കെ നമ്മൾ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിട്ടല്ലേ പഠിക്കും ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പം മണ്ണെണ്ണ തന്നെ വേണമെന്നില്ല കേട്ടോ വിളക്ക് കത്തിക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു കുപ്പി എടുക്കുകയാണ്. അപ്പോൾ ചില്ല് കുപ്പിയാണെന്ന് വെച്ചാൽ അത് നല്ലതാണ്, ഗ്ലാസിൻ്റെ. മറ്റേ ഇത് പ്ലാസ്റ്റിക് ആണെങ്കിലും അതിൽ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് കത്തിച്ചുകൊണ്ടിരിക്കില്ലല്ലോ, നമുക്ക് അത്യാവശ്യത്തിന് കത്തിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടപ്പിൽ ആദ്യമായിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കത്രികയും കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ഹോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ പിന്നെ ഒന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിയാണ് കേട്ടോ. തിരി അധികം നീളമൊന്നും വേണ്ട, നല്ല കോട്ടൻ്റെ. എനിക്കിതാണ് കേട്ടോ കിട്ടിയത്. വെള്ള കളർ തന്നെ വേണമെന്നില്ല, നമ്മൾ നിലവിളക്കൊന്നല്ലല്ലോ കത്തിക്കുന്നത്. അപ്പോൾ നല്ല കോട്ടൻ്റെ ഒരു തുണി കിട്ടിയാൽ മതി. അത് ഇത്രയും നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഞാൻ വേറൊരു മരുന്നിൻ്റെ അടപ്പ് എടുത്തിട്ട് ആ നീളത്തിൽ മുറിച്ചിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി, നമ്മൾ കുപ്പിയിലേക്ക് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. പിന്നെ തിരി നല്ലപോലെ കത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഹോളിൽ കൂടെ ഈ തിരി ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ആ മറ്റേ അടപ്പും കൊണ്ട് ഉണ്ടാക്കിയത് നല്ലോണം താഴ്ത്തി വയ്ക്കേണ്ട, നല്ലൊരിത്തിരി താഴ്ത്തി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തിരീൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുപ്പിയിൽ എന്താ ഒഴിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എടുക്കാൻ പോണത് മണ്ണെണ്ണ അല്ല കേട്ടോ. മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് മാത്രമേ മുന്നേ നമുക്ക് വിളക്കൊക്കെ കത്തിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മൾ ജലം നമ്മൾ വെച്ചിട്ട് പോകും. കാരണം ഇങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് പറയാൻ എന്താ വെച്ചാൽ അത് വേറെ എന്തെങ്കിലും എണ്ണ മിക്സ് ചെയ്താണെന്നൊക്കെ കരുതും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് സാധാ നമ്മുടെ പച്ചവെള്ളമാണ്, അത് നമ്മൾ കുപ്പീൻ്റെ പകുതി വരെ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ഞാൻ ലൈവായിട്ട് കാണിച്ചു തന്നതാണല്ലോ. കുപ്പീൻ്റെ കളർ അതായതും കൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ പകുതിയോളം നമ്മൾ പച്ചവെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ പൊരിച്ചത് മീൻ പൊരിച്ചൊക്കെ ആയിട്ടുള്ള എണ്ണ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതാണ് ഇനി വേണ്ടത്. അപ്പോൾ ഈ എണ്ണ നമ്മൾ നല്ലെണ്ണ പോലെ തോന്നിട്ടോ, പക്ഷേ നല്ലെണ്ണ അല്ല, അത് വേസ്റ്റ് എണ്ണയാണ്. ഇത് മാത്രമാണ് നമുക്ക് ഇത്തിരി ചിലവുള്ളതൊന്നല്ല കേട്ടോ. അത് നമ്മൾ ഒഴിവാക്കി എടുത്ത് വെക്കണ ഇതാണ്. ഞാൻ സോപ്പ് ഉണ്ടാക്കാനൊക്കെ എടുത്ത് വെച്ച എണ്ണയാണ്. അപ്പോൾ അതാണ് കേട്ടോ. ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒഴിക്കണ കുപ്പിയിൽ പകുതി ഭാഗമാണ് പച്ചവെള്ളം നിറച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ വായ്വട്ടം വരെ ഒന്നും നിറയ്ക്കണില്ല, ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ ആവണ വിധത്തിലാണ് കേട്ടോ ഈ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അത്ര ക്ലിയർ ആവണില്ലെങ്കിലും കുറച്ച് ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, പച്ചവെള്ളം അടിയിൽ നിൽക്കുന്നുണ്ട്, ഈ എണ്ണ മിക്സ് ആവാതെ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായ്പ്പോഴും ഇത് എല്ലാ വേസ്റ്റ് എണ്ണയും ഇങ്ങനെ മുകളിൽ പച്ചവെള്ളത്തിൻ്റെ മുകളിൽ മിക്സ് ആവാതെ നിൽക്കണം എന്നില്ല കേട്ടോ. അതിന് ഞാൻ വേറൊരു മാർഗം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ അടയ്ക്കുകയാണ് കേട്ടോ ഈ അടപ്പ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കുന്നതിൻ്റെ മുന്നേ ഈ തിരീൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കത്തിക്കണ ഭാഗം ആ എണ്ണയിലൊന്ന് മുക്കിയെടുത്ത് ഒന്ന് നമ്മൾ സാധാ വിളക്കൊക്കെ കത്തിക്കണ പോലെ ഒന്ന് റെഡിയാക്കി നിർത്തേണ്ടതുണ്ട് കേട്ടോ. എന്നിട്ട് മാത്രം നമ്മൾ അടപ്പടയ്ക്കുക. അപ്പോൾ ഞാനത് ആദ്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ തുള്ളി എണ്ണയൊക്കെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അത് എടുത്തിട്ട് പിന്നെ നനച്ചത് കൊണ്ട്. അപ്പോൾ അത് നല്ല മുറുക്കി അടയ്ക്കുക. ഇനി നമ്മളിത് കത്തിക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാൻ നേരെ വെച്ച് ഒന്ന് ചെരിച്ച് പിടിക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് നല്ലോണം ചെരിക്കേണ്ട. പക്ഷെ തിരിക്ക് ഇങ്ങോട്ട് എത്തണില്ല കേട്ടോ ഈ തീപ്പെട്ടി. അപ്പോൾ ഒന്ന് ചെരിച്ച് പിടിച്ചപ്പോൾ അത് അടിപൊളിയായിട്ട് കത്തണുണ്ട്. അപ്പോൾ എൻ്റെ ഈ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പൊന്ന് പരീക്ഷിക്കണം, നല്ലതാണ്. നമുക്ക് വിളക്ക് കത്തിക്കേണ്ടപ്പോൾ മണ്ണെണ്ണ തന്നെ വേണ്ട. അപ്പോൾ മണ്ണെണ്ണയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ല സിമ്പിളുമാണ്, നമുക്ക് വേറെ ചിലവൊന്നുമില്ല. പിന്നെ ചില എണ്ണ അതിൽ മിക്സ് ആവാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ അങ്ങനെ പാത്രം വെച്ചിട്ട് അതിൽ കുഞ്ഞൊരു പാത്രം വെച്ച് അതിൽ വേസ്റ്റ് എണ്ണ മാത്രം നിറച്ചിട്ട് അതിൽ തിരി വെച്ച് കത്തിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാ നല്ല വെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഞങ്ങൾ 4 ദിവസം അങ്ങനെയാണ് കേട്ടോ ലൈറ്റ് ഈ
പോസ്റ്റ് കംപ്ലൈൻ്റ് ആയപ്പോൾ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിക്കണേ.